ഡോക്ടർ, ഞാൻ ഒരുപാട് നേരം നിൽക്കുന്ന ജോലിയല്ല ചെയ്തത്, പിന്നെ അധികം നേരം വണ്ടി ഓടിക്കാറുമില്ല. പക്ഷേ എന്താണ് എനിക്ക് ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഈ വേരിക്കോസ് വെയിൻ വരുന്നത്? ഇന്നലെ എൻ്റെ ഒ പിയിൽ വന്നൊരു പേഷ്യൻ്റ് ചോദിച്ച ചോദ്യമാണ്. ഇദ്ദേഹം സോഷ്യൽ മീഡിയയിലും മറ്റും കണ്ടിട്ടുള്ളത് ടീച്ചർമാർ, ഡ്രൈവർമാർ, അതുപോലെ കൂടുതൽ നിൽക്കുന്നവർക്കൊക്കെയാണ് വേരിക്കോസ് വെയിൻ വരുന്നതെന്നാണ്. നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരുടെ വിചാരവും അതുതന്നെയാണ്. പക്ഷേ വേരിക്കോസ് വെയിൻ വരാൻ കൂടുതൽ നേരം നിൽക്കണമെന്നൊന്നുമില്ല. ഇതിന് 3 കാരണങ്ങളാണ് ഉള്ളത്. ഒന്നാമതായി പാരമ്പര്യം, ജനറ്റിക്സ്. നിങ്ങളുടെ അച്ഛനോ അമ്മയ്ക്കോ വേരിക്കോസ് വെയിൻ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്കും വരാൻ സാധ്യതയേറെയാണ്. ഇതിന് കൂടുതൽ നിൽക്കണമെന്നൊന്നും നിർബന്ധമില്ല. രണ്ടാമതായി വെയിനുകളിലെ വാൽവുകളുടെ ബലക്കുറവ്. ചിലരിൽ പ്രായമാകുമ്പോഴോ അല്ലാതെയോ കാലിലെ വെയിനിൻ്റെ വാൽവുകളിൽ ബലക്കുറവ് സംഭവിക്കാം. ദുർബലമായ ഈ വാൽവുകൾ കാരണം കാലിലെ വെയിനുകളിൽ രക്തം കെട്ടിനിൽക്കും. മൂന്നാമതായി അബ്ഡോമൻ, വയറ്റിലെ അമിത സമ്മർദ്ദം. ദീർഘകാലമായുള്ള കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം, അല്ലെങ്കിൽ അമിതഭാരം, ദീർഘകാലമായുള്ള ചുമ, ഇവയെല്ലാം അബ്ഡോമിനൽ പ്രഷർ, വയറിലെ പ്രഷർ കൂട്ടുകയും അത് കാലിലെ ഞരമ്പുകളെ അഫക്റ്റ് ചെയ്യുകയും ചെയ്യും. ഇതിന് നിങ്ങൾ കൂടുതൽ കാലം അല്ലെങ്കിൽ ദീർഘനേരം നിൽക്കുന്ന ജോലിയോ മറ്റോ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ആയുർവേദം ഈ രോഗത്തിന് സിരാഗ്രന്ഥി എന്നാണ് പറയുന്നത്. രക്തദുഷ്ടി കൊണ്ടും വാതകോപവും നിമിത്തമാണ് ഈ രോഗം ആയുർവേദത്തിൽ പുറമെയുള്ള ചികിത്സകൾക്കൊപ്പം ദഹനവ്യവസ്ഥയെ ക്രമീകരിക്കുന്നതും അതുപോലെ രക്തദുഷ്ടിക്കുള്ള ചികിത്സയുമാണ് ഇതിന് ചെയ്യേണ്ടത്. നേരത്തെ തന്നെ ചികിത്സ നൽകിയാൽ വളരെ വലിയ ബുദ്ധിമുട്ടില്ലാതെ നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു രോഗമാണ് വേരിക്കോസ് വെയിൻ അഥവാ സിരാഗ്രന്ഥി.